പെക്ക് ഓഫ് ലാൻഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാടൻ തുറമാങ്ങ ഉണ്ടാക്കിയാലോ? വരൂ, കണ്ടിട്ട് വരാം. വയനാട്ടുകാരുടെ റെസിപ്പി ആയിട്ടുള്ള തുറമാങ്ങയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കോമാങ്ങയാണ് തുറമാങ്ങ ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഇത് ബൾക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെയും മാങ്ങകൾ ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ഉളൂർ മാങ്ങയൊക്കെ ഇതിന് ബെസ്റ്റാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോമാങ്ങയാണ്. ആദ്യം നമ്മൾ ഈ ഒരു മാങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം ഒരു വലിയ ചെമ്പിൽ നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കി നോക്കുന്നത് കൊണ്ട് ഒരു വലിയ ചെമ്പിലാണ് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ട് മാങ്ങ വേവിക്കുന്നത്. ഇത് മൂത്ത മാങ്ങ വേണം തിരഞ്ഞെടുക്കാൻ. കുറേ മാങ്ങ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് പല തരത്തിലുള്ള മാങ്ങകളാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വലിയ വട്ടച്ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഏകദേശം ചൂടായതിന് ശേഷമാണ് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇനി മാങ്ങ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാങ്ങ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന്ന് കോരി മാറ്റാം. ഏകദേശം നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞെങ്ങുന്ന പരുവത്തിലായിട്ടുണ്ടെങ്കിൽ നമുക്കത് കോരി മാറ്റാം. കളറും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ എന്നിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങയുടെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെച്ചതാണ് ഈ കാണുന്നത്. മാങ്ങയുടെ സെൻറ്റർ ഭാഗം ഉണങ്ങിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷേ രണ്ട് സൈഡ് പൊളിച്ച ഭാഗം പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഉണക്കാനിടുന്നത്. ഇനി 2 ദിവസം മാങ്ങ നന്നായി വെയിൽ കൊള്ളിപ്പിക്കണം. നമ്മൾ വലിയൊരു ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മാങ്ങ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനി നന്നായിട്ട് 2 ദിവസം വെയിൽ കൊള്ളിപ്പിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഉപ്പ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ദിവസം നല്ല വെയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് 2 ദിവസം വേണ്ടി വന്നുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ മാങ്ങ ഉണങ്ങിയിട്ടുണ്ട്. അത് അധികം ഉണങ്ങാൻ നിൽക്കരുത്. ഈ ഒരു പരുവത്തിൽ വേണം ഉണക്കിയെടുക്കാൻ. എന്നിട്ട് ഇതിൽ നമ്മൾ ഉപ്പ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊടിയുപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കല്ലുപ്പൊന്നും ഉപയോഗിക്കരുത്. പൊടിയുപ്പ് തേച്ച് നന്നായിട്ട് മാങ്ങയുടെ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ വേണം ആക്കി കൊടുക്കാൻ. അത് എന്നിട്ട് നമ്മൾ കമിഴ്ത്തി വെക്കാതെ ഇങ്ങനെ ഈ രീതിയിൽ തന്നെ നിവർത്തി തന്നെ വെക്കണം. ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നേരെ ഒരു ബക്കറ്റിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ ഇത് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് അടുത്ത ദിവസം ഇതിലേക്ക് ഉപ്പിൻ്റെ വെള്ളം ഇങ്ങനെ താഴോട്ടേക്ക് ഒലിച്ച് വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടും നമ്മൾ എന്താക്കണം, ഒന്നും കൂടി ഇത് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ് തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും 2 ദിവസം കൂടി മാങ്ങ ഇതുപോലെ നല്ല വെയിലത്ത് ഉണക്കാനിടും. അതിനുശേഷം ഉണങ്ങിയ മാങ്ങ എടുത്ത് നമ്മൾ അതിലേക്ക് മസാലപ്പൊടി ചേർത്ത് തുറമാങ്ങയായിട്ട് കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് മാങ്ങ ഉണക്കി വെച്ചിട്ടും പിന്നീട് എപ്പോഴെങ്കിലും മസാല ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് നിറച്ചു കൊടുക്കാവുന്നതാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇത് നശിച്ചു പോകില്ല. ഇത് നല്ല രീതിയിൽ തന്നെ ഒരു കവറിൽ കെട്ടിവെച്ചാലോ അല്ലെങ്കിൽ ഭരണിയിൽ കെട്ടിവെച്ചാലോ മതിയാവും. അതേപോലെ തന്നെ മസാല ആക്കിയിട്ട് വെച്ചാലും നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ തന്നെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ്. ഇനി മസാല ഉണ്ടാക്കുന്ന വിധം കൂടി പറഞ്ഞുതരാം. നമ്മളിത് മസാല തയ്യാറാക്കുന്നത് ഇവിടെ കാണിക്കുന്നില്ല. അതിന് പകരം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്നും കൂടി പറയാം. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകവും ചെറിയ ജീരകം, അതുപോലെ ഉലുവ, കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കുരുമുളക്, ഇതെല്ലാം കൂടി വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മളിതിന് മസാലയായിട്ട് തയ്യാറാക്കുന്നത്. ഇനി ഇതിൽ കുറച്ചും കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇത് മാങ്ങയുടെ സെൻറ്റർ ഭാഗവും 2 പൊളിയും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ കവറിലേക്ക് വെക്കുന്നത്. ഇത് വാഴനാര് കൊണ്ട് കെട്ടിവെക്കുന്ന ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നമ്മളിതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കവറിലാക്കിയിട്ട് അത് കെട്ടിവെച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഭരണിയുള്ളവർക്ക് ഭരണിയിലും ഇങ്ങനെ ആക്കി സൂക്ഷിച്ച് വെക്കാം. എത്ര വർഷം വരെയും കേടുകൂടാതെ ഇത് യൂസ് ചെയ്യാം. ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്, നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ട് നമുക്കിത് യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോഴത്തേക്കും മാങ്ങ ഒന്ന് അലിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ മസാലയൊക്കെ സ്പ്രെഡായി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും.
ഒരു 2-3 കാന്താരിമുളക് ചതച്ചതും അതുപോലെ കട്ട തൈരും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ തുറമാങ്ങ ഉപയോഗിക്കല്. അതിൻ്റെ ഒരു പൊളി എടുത്തിട്ട് കുറച്ച് ഭാഗം എടുത്താൽ മതി. എന്നിട്ട് കട്ട തൈരിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ കാന്താരിമുളകും കൂടി ചതച്ചിടുക. വേറെ ഒന്നും നമ്മളിതിൽ ചേർക്കണ്ട. അങ്ങനെ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് എക്കോ ഫ്ലാൻഡ് വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.